ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് ആ പോലീസ് ഓഫീസറോട് പറയുക, ഇനി വിഷ്ണു നടുനിവർത്ത് നടക്കണ്ട, ഇന്നത്തോടെ അവൻ്റെ എല്ലാ അഹങ്കാരവും എൻ്റെ കൈകൊണ്ട് തീർക്കും ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുന്നതോ വിഷ്ണുവിൻ്റെ മുഖത്തോട്ടാണ്. ഒരിക്കലും ചന്ദ്രബോസ് പ്രതീക്ഷിച്ചില്ല വിഷ്ണു ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വരുമെന്ന്. വലിയ വീരസാഹസ പ്രകടനമൊക്കെ നടത്തിയാണ് വിഷ്ണുവിനെ കീഴടക്കാൻ പോകുന്നതെന്നാണ് ചന്ദ്രബോസ് വിചാരിച്ചുകൊണ്ടിരുന്നത്. വിഷ്ണുവിനെ കണ്ടതും ചന്ദ്രബോസ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞെട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ, അമ്മാതിരി ഇടിയല്ലേ ചന്ദ്രബോസിന് കിട്ടിയത് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന്. നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് വന്ന് ചന്ദ്രബോസിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. കൊച്ചുകുട്ടികൾ മിഠായി ഭരണി നോക്കി നിൽക്കുന്ന പോലെ ചന്ദ്രബോസിനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാണ്. എന്നിട്ട് പറയുക, കേട്ട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പിന്നെ ആ നടുനിവർത്തി അവനങ്ങനെ നടക്കണ്ട ഇനിയെന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സുഖിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് സാറിന് അറിയില്ലേ? ഈ നടുനിവർത്തി നടക്കുന്നത് നല്ല നട്ടലുള്ള ആണുങ്ങളാണ്. ഈ വിഷ്ണുവേ ആ ഒരു ഗണത്തിൽപ്പെട്ടവന്, നല്ല ഒന്നാന്തരം നട്ടലുള്ളവൻ. ഒരച്ചു നോക്കിയാലേ തീ പാറും. സാറിന് എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഊതി നോക്കിയാലും അത് കെട്ടുപോകില്ല. അപ്പോഴേക്ക് 3-4 പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്ന് വട്ടം ചുറ്റി നിൽപ്പുണ്ട്. ചന്ദ്രബോസ് പറയുക, പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ നീ വന്ന് കയറിയതാണല്ലേടാ എന്നും പറഞ്ഞ് വലിയ ഗമയിലങ്ങോട്ട് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിട്ട് പറയുക, ഈ പറഞ്ഞ നട്ടലില്ലേ അത് ഞാനങ്ങ് ഊരിയെടുത്തോളാം. ഈ ചന്ദ്രബോസിൻ്റെ പത്തായത്തിലോട്ടെ നീ അറിഞ്ഞുകൊണ്ട് വഴി ചോദിച്ച് വന്നിരിക്കുവാടാ. എടാ വിഷ്ണു, ഇതിലും നല്ലതേ നീ അങ്ങ് ആത്മഹത്യ ചെയ്യുന്നതല്ലായിരുന്നോ നല്ലത്? നമ്മുടെ കമലൻ അങ്ങോട്ട് ചിരിച്ചോണ്ട് കയറി വന്നിട്ട്, സാറേ ആശാൻ്റെ കൂടെ എന്നെയും കൂടെ അങ്ങോട്ട് പിടിച്ചിടണം. എനിക്ക് വലിയ സുഖസൗകര്യങ്ങളൊന്നും വേണ്ട സാറേ, ഞാൻ ആശാനെ നോക്കി ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നോളാം. എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ മാത്രം മതിയെന്നേ. പെട്ടെന്ന് ചന്ദ്രബോസ് കമലൻ്റെ കോളറെ പിടിച്ചിട്ട്, എന്താടാ നിനക്ക് എന്നെ ആവശ്യത്തിന് കഴിക്കാൻ തന്നതായിരുന്നല്ലോടാ, പോരായിരുന്നോ നിനക്ക്? എന്നാൽ ഇനിയേ നമുക്ക് കുറച്ച് വെറൈറ്റി ഫുഡ് അടിക്കാം. അന്നൊക്കെ ഞാൻ തന്നതേ വെറും സാമ്പിൾ. അതായത് നിങ്ങൾക്ക് 2 പേർക്ക് ഞാനിന്ന് തരാൻ പോകുന്നത് സ്പെഷ്യലിനും മേലെ പാതി ജീവൻ ഇന്ന് 2ൻ്റെ ഞാൻ എടുക്കുമെന്നർത്ഥം എന്നും പറഞ്ഞ് കമലിനെ പിടിച്ച് തള്ളിയിട്ട് ആ പോലീസുകാരോട് പറയുന്നു, ഇവന്മാരെ 2നെയും പിടിച്ച് ആ സ്പെഷ്യൽ പത്തായപ്പുരയിലോട്ട് ഇട്ടേരെ. കാലിൽ വന്ന് ചുറ്റിയ വള്ളികളാ രണ്ടും. വിഷ്ണു ചന്ദ്രബോസിനോട് പറയുക, ചന്ദ്രബോസ് സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പത്തായക്കൂട്ടിലെ സാറേ കിടക്കത്തുള്ളൂ. സാറേ അല്പം മുമ്പൊരു കഥ പറഞ്ഞില്ലേ, പരീക്ഷത്ത് രാജാവിൻ്റെ ഈ പുഴുവായിട്ട് വന്ന തക്ഷകൻ്റെ കഥ. പക്ഷേ ആ കഥയിൽ മറ്റൊരു ക്ലൈമാക്സ് കൂടെ ഉണ്ടായിരുന്നു. ഈ പരീക്ഷത്തിൻ്റെ പുത്രനെ ഈ തക്ഷകൻ്റെ കുലം ചുട്ട് ഭസ്മമാക്കിയിരുന്നു. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അത് കേട്ടപ്പോൾ ചന്ദ്രബോസ് പറയാം, എടാ നീ എൻ്റെ തട്ടകത്തിൽ വന്ന് നീ എന്നെ വെല്ലുവിളിക്കുന്നോടാ. നമ്മുടെ ശാലിനി ചീറിപ്പാഞ്ഞൊരു കാറിൽ വന്ന് അങ്ങോട്ട് ഇറങ്ങി സ്പീഡിൽ വരുന്നുണ്ട്. ശാലിനി ഇങ്ങോട്ട് വന്ന ശബ്ദത്തിൽ മിസ്റ്റർ ACP എന്ന് വിളിച്ചപ്പോൾ വിഷ്ണു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട്, സാറേ ദോണ്ട അവിടെ അങ്ങോട്ട് നോക്ക്. ശാലിനി വന്നിട്ട് ചന്ദ്രബോസിനോട് പറയുക, നിങ്ങളെപ്പോലുള്ള മുട്ടാളന്മാരെ നിലയ്ക്ക് നിർത്താന് പോലീസ് സ്റ്റേഷനിലും ഇതുപോലുള്ള സാറന്മാരുടെ മുറികളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒന്നും കാണാനല്ല, നിങ്ങളുടെ പരാക്രമങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാന്. ചന്ദ്രബോസിനൊരു പത്തായ മുറി ഉണ്ടെന്നും അതിലുള്ള നിലവിളികൾ കേട്ടാലേ നിങ്ങൾക്ക് ആഹാരം ഇറങ്ങത്തുള്ളെന്നേ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ, നിങ്ങളുടെ തലപ്പത്ത് മുകളിലിരിക്കുന്നവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രബോസ് പറയുക, മേഡം ഞാനൊരു അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. എൻ്റെ അധികാര പരിധിയിലെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ഞാനാണ്. അത് ചോദ്യം ചെയ്യാനേ മേഡത്തിനാവില്ല എന്ന് പറയാനായിട്ട് ചന്ദ്രബോസ് നാക്ക് വളയ്ക്കുമ്പോഴേ, എനിക്ക് ചോദിക്കാവോ എന്നും പറഞ്ഞൊരു വനിതാ പോലീസ് ഓഫീസർ അങ്ങോട്ട് വരുന്നുണ്ട്. ചന്ദ്രബോസ് ഒന്ന് ഞെട്ടി. എന്നിട്ട് ശാലിനിയെയും വിഷ്ണുവിനെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. വന്നിരിക്കുന്ന വനിതാ ഓഫീസർ ചോദിക്കുന്നു, എനിക്ക് പറ്റുമോന്നാ ചോദിച്ചത് എന്നും പറഞ്ഞാൽ ചേറയിലോട്ട് വന്നിരുന്നോണ്ട് പറയുന്നു, കമ്മീഷണറാ ശ്രീരഞ്ജിനി എന്ന് പറയും. പെട്ടെന്ന് ചന്ദ്രബോസ് അവൻ്റെ തൊപ്പിയെടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. എന്നിട്ടൊരു വളിച്ച മോന്തയോടെ ഒരു സല്യൂട്ടും ചെയ്യുന്നുണ്ട്. ശ്രീരഞ്ജിനി മാഡം പറയുവാണ്, അധികാര കസേരയിലിരുന്ന് കൊള്ളരുതായ്മകൾ ചെയ്യാൻ ഒരു പോലീസുകാരനും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഇനി കാണിച്ചാൽ ആ ലൈസൻസ് കട്ട് ചെയ്യുക എന്നുള്ളൊരു മഹത്തായ കർമ്മം മാത്രമേ ചെയ്യാനുള്ളൂ. അതെന്നെക്കൊണ്ട് താൻ ചെയ്യിക്കരുത്. കൊണ്ടുപാടോ അവന്മാരെ എന്നിങ്ങനെ ആ മേഡം പറയുമ്പോൾ പോലീസുകാർ ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെക്കാൻ ഏൽപ്പിച്ച ഗുണ്ടകളെയാണ് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ചന്ദ്രബോസ് അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. ആ മേഡം ചന്ദ്രബോസിനോട് ചോദിക്കുന്നു, ഇവരെ അറിയുമോ? ചന്ദ്രബോസ് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ മിഴിച്ച് നിൽക്കുവാണ്. ACP ചന്ദ്രബോസിനോടാണ് ചോദിക്കുന്നത്, ഇവരെ അറിയുമോന്ന്. അത് മേഡം എന്ന് പറയുമ്പോഴേക്കും കമ്മീഷണർ മേഡം പറയുന്നുണ്ട്, ഇവർ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ അറിയുമെന്ന്.
ശാലിനി പറയുക, ചന്ദ്രബോസിനെ മാത്രമല്ല സുസ്മിതയെ അറിയുമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകൻ ഗുണ്ടാത്തലവൻ്റെ പണി കൂടെ ചെയ്യുന്നു. പോലീസ് ഫോഴ്സിനെ വെല്ലുന്ന ഗുണ്ടാ ഫോഴ്സ്. കേസ് ഏതറ്റം വരെ പോകുമെന്നറിയാവോ? നിങ്ങൾ പറഞ്ഞിട്ടാ ലോറിയിൽ സ്പിരിറ്റ് വെച്ചതേ. ഇവന്മാർ താണ്ട 2 അടി കൊടുത്തപ്പോഴേ തത്ത പറയുന്ന പോലെല്ലാം പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിനാ ചന്ദ്രബോസെ പോലീസ്, അല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളെ കൊടുക്കുന്നതല്ല. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന പദവിക്ക് ഒരുപാട് മാന്യതയുണ്ട്. നിങ്ങളായിട്ടത് കളയരുത്. ചന്ദ്രബോസ് ആണെങ്കിൽ നാണിച്ച് വിളറി ഒരു നനഞ്ഞ കോഴി നിൽക്കുന്ന പോലെ അവൻ നിന്ന് വിറയ്ക്കുന്നുണ്ട്. ശാലിനി പറയുക, ഇനി സുസ്മിത, നീതി കിട്ടേണ്ടത് സാധാരണക്കാരുടെ അവകാശമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നവരെ അറുത്തു മാറ്റാനുള്ള അധികാരവും നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമുക്കുണ്ടാക്കണം. എന്നാൽ മാത്രമേ ഈ നാട് നന്നാവൂ. ചന്ദ്രബോസ് ഇങ്ങനെ ശാലിനിയെയും വനിതാ കമ്മീഷണർ മേഡത്തിനെ ഇങ്ങനെ മാറി മാറി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രബോസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സത്യാമ്മയാണെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയുള്ള കാറ്ററിംഗ് ഒക്കെ ഏറ്റെടുത്ത് അത് നല്ല ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞു. അതിൻ്റെ നടത്തിപ്പുകാരൻ വന്ന് സത്യാമ്മയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ദേണ്ട അങ്ങോട്ട് നോക്കിക്കേ, ആയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാരാണെന്നറിയാവോ? സാബു വർഗീസ് സാറാ. എന്തൊക്കെയോ ഫുഡ് ഐറ്റംസുകൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയുള്ള ആളാ. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അദ്ദേഹം. നൂർജഹാനോട് പറയുന്ന, മോളെ അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു കൊടുക്കണേ. നൂർജഹാൻ വന്ന സാബു വർഗീസിനോട്, സാറേ കുറച്ച് പായസം കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ ഒരുപാട് കഴിച്ചു കഴിഞ്ഞ്. കുട്ടി ആ പാചകം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ വന്നതാണോ? അതെ, എന്നാലേ എനിക്ക് ആ പാചകം ചെയ്ത ആളിനെ ഒന്ന് കാണണം. നൂർജഹാൻ ഓടി വന്നിട്ട് സത്യാമ്മയോട് പറയാം, സത്യാമ്മ വേറെ ഒരു ഓർഡറൂടെ കിട്ടുമെന്നാണ് തോന്നുന്നത്, ഒരാളിങ്ങോട്ട് വരുന്നുണ്ട്. അത് കേട്ടിട്ട് പൊന്നി പറയുക, അയ്യോ നമ്മളിനി കാറ്ററിംഗ് തന്നെ തുടങ്ങുമെന്ന് തോന്നുന്നത്. വലിയ സന്തോഷത്തിലാണ് പൊന്നിയും ശാന്തയും എല്ലാം. അങ്ങനെ സാബു വർഗീസ് വന്ന് സത്യാമ്മയെ പരിചയപ്പെടുകയാണ്. ഫുഡ് പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഭക്ഷണമെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. ചേരുവകളെല്ലാം നല്ല കൃത്യമായിട്ടുണ്ടായിരുന്നു. അയ്യോ അത് എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെല്ലാവരും നല്ലതുപോലെ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാലേ നിങ്ങളുടെ ഈ ടീമിനെ ഞാനൊരു മത്സരത്തിലോട്ട് ക്ഷണിക്കുവാണ്. ഒരു ഫുഡ് കോമ്പറ്റീഷൻ. മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഞാൻ പുതിയതായിട്ട് ഇറക്കുന്ന കറിക്കൂട്ട് മസാലയാണ് പരിശുദ്ധം. അതിൻ്റെ ലോഞ്ചിങ് സമയത്താണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ടീം പങ്കെടുക്കണം. മത്സരിച്ച് ജയിച്ചാലേ 10 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ സാബു സാറ് സത്യാമ്മയ്ക്ക് ഫുഡ് കോമ്പറ്റീഷനുള്ള ആ നോട്ടീസൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. നമുക്ക് പങ്കെടുക്കാൻ സത്യാമ്മേ, ഞാനില്ലേ കൂടെ എന്നിങ്ങനെ ശാന്ത പറയുന്നു. പങ്കെടുത്താൽ പോരാ, നമുക്ക് വിജയിക്കണം എന്ന് നൂർജഹാനും. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവർ ആ പരിപാടി അങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. രോഗത്ത് ശ്യാമയും പപ്പിമോളെയും മുറിയിലിട്ട് പൂട്ടിയിട്ടിരിക്കുവാണല്ലോ. ശ്യാമ അവിടെ കിടന്ന് നിലവിളിക്കുക, രോഹിത്തെ കതവ് തുറക്ക്, എന്തൊരു ക്രൂരതയെ കാണിക്കുന്നേ, രോഹിത്തെ രോഹിത്തെ എന്നും പറഞ്ഞ് അവൾ അലറി വിളിച്ചുകൊണ്ടിരിക്കുവാണ്. രോഹിത്തെ നമ്മുടെ മോക്ക് തീരെ വയ്യ, അവൾ പനിച്ച് വിറച്ച് കിടക്കുവാണ്. പപ്പിമോൾക്കാണെങ്കിൽ തീരെ സുഖമില്ല, കുഞ്ഞിങ്ങനെ മയങ്ങി കിടക്കുവാണ്. രോഹിത്താണെങ്കിൽ ആ പരമദുഷ്ടൻ ആ വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽക്കുവാണ്. ശ്യാമ വിളിച്ചു കൂവിയിട്ടൊന്നും അവനൊരനക്കമില്ല. സുസ്മിത വന്നിട്ട് ചോദിക്കുന്നു, അവൾ ആ വാതിൽ തല്ലി പൊളിക്കുവോ? രോഹിത്ത് പറയുക, വലിയ കൊമ്പത്തെ കുഞ്ഞേച്ചി വന്നേ അവളെ രക്ഷിക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. രോഹിത്തെ മോക്ക് പനി കൂടിയിട്ട് കിടന്ന് വിറയ്ക്കുക, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രോഹിത്തെ നീ ഇപ്പോൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനും മോളും ഇവിടെ കിടന്ന് ചാവും. സുസ്മിത പറയുക, രോഹിത്തെ തുറന്നു നോക്കിക്കേ, ചിലപ്പോൾ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ചുമ്മാതാന്ന് വായിട്ടലയ്ക്കുവന്ന് അവൾ കിടന്ന്. ചാകാനാണെങ്കിൽ അവൾ ഇതിന് മുമ്പേ ചെയ്തേനെ. രോഹിത്തെ നീയൊന്ന് തുറക്ക് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ രോഹിത്ത് കതക് തുറക്കുന്നുണ്ട്. ആ തുറക്കുകയും ശ്യാമ വെളിയിലോട്ട് വന്ന് രോഹിത്തിനെ പിടിച്ച് തെള്ളിയിട്ട് പറയുന്നു, താനൊരു മനുഷ്യനാണുള്ളൂ, തനിക്ക് ഹൃദയമുണ്ടോ? പപ്പിമോള് പനി കൂടിയിട്ട് അവിടെ കിടന്ന് വിറയ്ക്കുക, അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് തന്നെ ഞാൻ എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുക. അതെങ്ങനെയാ? തനിക്ക് ഇവളുമായിട്ട് സൊള്ളി നിൽക്കാൻ തന്നെ സമയം തികയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് തനിക്ക് സമയം കാണുന്നത്? ഇവളിങ്ങനെ നിൽക്കുമല്ലോ എല്ലാം മുടക്കാനായിട്ട്. ആ ദുഷ്ടൻ രോഹിത്ത് പറയുക, എടി നീ ഇനി ശബ്ദിച്ചാൽ നിന്റെ കൊരവെള്ളം ഞാൻ വലിച്ച് പുറത്തിലോടി എന്നും പറ ശ്യാമയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. സുസ്മിത, എടാ രോഹിത്തെ വിട്, വിടാനാ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുമല്ലോ. ആ സമയത്ത് നമ്മുടെ ശാലിനി അങ്ങോട്ട് കാറിൽ വന്ന് ഇറങ്ങി സ്പീഡിൽ അങ്ങോട്ട് കയറി പോവാണ്. അല്ലെങ്കിൽ നീ ഇവളെ കൂടെ കൂട്ടിയിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് വീണ്ടും ശ്യാമയുടെ കഴുത്തേ കയറി കുത്തിപ്പിടിക്കുവാണ്.
ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. എൻ്റെ നേരെ എങ്ങാണ് നീ കൈ ചൂണ്ടിയാൽ ഒരു കുഞ്ഞു പോലും അറിയില്ല കേട്ടോടി എന്നിങ്ങനെ പറയുമ്പോൾ അന്നാലതൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് ശാലിനി പുറകെ നിൽക്കുന്നുണ്ട്. ശ്യാമ ഓടിപ്പോയി ശാലിനിയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് കരയുവാണ്. ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുക, നീ ആരെ പ്രീതിപ്പെടുത്താനാ രോഹിത്തെ ഇങ്ങനെയൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ഇവളെ തൃപ്തിപ്പെടുത്താനാണോ? അത് കേട്ടപ്പോൾ രോഹിത്ത് പറയുക, എൻ്റെ ഭാര്യ ഞാൻ തല്ലും, ചിലപ്പോൾ കൊല്ലും. അത് ചോദിക്കാൻ നമ്മളാരാണാവോ? ദാ ബൈക്കിൽ പാഞ്ഞു വരുന്നുണ്ട് നമ്മുടെ വിഷ്ണു. കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ അങ്ങ് കളക്ട്രേറ്റിലെടുത്താൽ മതി. ഇതിപ്പോ എൻ്റെ വീടാ, ഞാൻ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച എൻ്റെ വീട്. ഇവിടെ ഞാൻ കുടിക്കും, കൂത്താടും, അഴിഞ്ഞാടും, ചിലപ്പോൾ ക്യാബറയും കളിച്ചെന്നിരിക്കും. അത് എൻ്റെ ഇഷ്ടം. അഭിപ്രായം പറയാൻ വേണ്ടിയേ ഞാൻ ഒരുത്തിയെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇറങ്ങിപ്പോകാൻ ഇനി ഞാൻ പറയണോ അതോ സ്വയം ഇറങ്ങിപ്പോകുമോ? അതോ ഇനി ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണോ എന്ന് പറഞ്ഞു തീരുമ്പോഴേ വിഷ്ണു ഡാ എന്നൊരലർച്ച. നിനക്കാരെയാടാ ഗെറ്റ് ഔട്ട് അടിക്കേണ്ടത്? നീ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അടിച്ചിരിക്കും. അപ്പോൾ അത് ശരി, എല്ലാവരും കൂടെ അറിഞ്ഞുള്ള വരവായത് അല്ലേ? സുസ്മിതേ, ഇത് നമ്മുടെ വീടാ. നമ്മൾ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച വീട്. ഇവിടെ ആരൊക്കെ വരണം ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കേണ്ട അവകാശമേ നിനക്കും ഉണ്ട്. ഇറങ്ങി പോകാൻ പറയാം എല്ലാത്തിനോടും. വിഷ്ണു പറയാ, അവളങ്ങനെ പറയട്ടടാ, അപ്പൊ അവക്കും കിട്ടുവടി. ഇനി നീ ഇവിടെ കിടന്ന് വലിയ ഷോ കാണിച്ച നിനക്കും കിട്ടുവടാ നല്ല ഒന്നാന്തരം അടി എന്നും പറഞ്ഞ് വിഷ്ണു രോഹിത്തിന്റെ ഷർട്ടെ പിടിച്ച് വലിക്കുന്നുണ്ട്. ശ്യാമ അകത്തുനിന്ന് പപ്പിമോളെ എടുത്തോണ്ട് ഓടി വരുവാണ്. കുഞ്ഞേച്ചി, പപ്പിമോക്ക് നല്ല പനിയുണ്ട്. ശാലിനി നോക്കിയിട്ട്, അയ്യോ നല്ല ചൂടുണ്ടല്ലോ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേനാ രോഹിത്ത് ഈ ബഹളമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വിഷ്ണുവും പപ്പിമോളെ നോക്കിയിട്ട്, അയ്യോ കുഞ്ഞിന് നല്ല ചൂടുണ്ടല്ലോ, വാ നമുക്ക് എളുപ്പം ഹോസ്പിറ്റലിൽ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്ത് പറയുക, കുഞ്ഞിനെയും കൊണ്ടേ കളക്ടറും ഭർത്താവേ പോകത്തുള്ളൂ, ശ്യാമ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. വിഷ്ണുവിനാണെങ്കിൽ കലി അടങ്ങുന്നില്ല. നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ? അതോ ഇനി രണ്ടെണ്ണം കൊണ്ടാലേ നീ അറിയത്തുള്ളൂ? ശാലിനി, നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് എളുപ്പം ഹോസ്പിറ്റലിൽ പോയിക്കോ, ഞാൻ പുറകിന് വന്നോളാം എന്നും പറഞ്ഞ് വിഷ്ണു ആരെ പറഞ്ഞു വിടുന്നുണ്ട്. ശ്യാമേ എന്നും പറഞ്ഞ് രോഹിത്ത് പോകാനൊരുങ്ങുമ്പോൾ എങ്ങോട്ടാടാ എന്നും പറഞ്ഞ് വിഷ്ണു വെച്ച് വീക്കുന്നുണ്ട്. വിഷ്ണു സുസ്മിതയോട് പറയുക, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ ആട്ടം കണ്ട് ആസ്വദിക്കുവാണല്ലേടി? സുസ്മിത പറയുക, എത്ര മോശപ്പെട്ട അഴിഞ്ഞാട്ടമാണെങ്കിലും മുന്നിൽ കിടന്ന് ആടുമ്പോഴേ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ വിഷ്ണു. പിന്നെ ആടുന്നതും കളക്ടറും സ്പിരിറ്റ് കച്ചവടക്കാരനും ഒക്കെ ആവുമ്പോഴേ കാണുന്നതിന് നല്ല രസമുണ്ടാവും. എന്നെ സ്പിരിറ്റ് കച്ചവടക്കാരനാക്കിയതിൻ്റെ കണക്കേ ഞാൻ അവധിക്ക് വെച്ചിട്ടുണ്ടടി. കാരണം എന്താണെന്നറിയോ? എല്ലാം കൂടെ താങ്ങാനുള്ള കരുത്തിപ്പം നിനക്കുണ്ടാവില്ല. നിനക്കുള്ള പണിയും കൊണ്ടേ എത്തേണ്ടവരെത്തി, നിയമത്തിൻ്റെ പണി. അപ്പോൾ കമ്മീഷണർ മേഡോ വേറൊരു പോലീസ് ജീപ്പ് വണ്ടി എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കൊന്ന് കാണണം സുസ്മിത എന്നിങ്ങനെ വിഷ്ണു പറയുവാണ്. അപ്പോഴേക്കും നിറയെ പോലീസുകാരങ്ങോട്ട് വരുവാണ്. കമ്മീഷണർ മേഡത്തിനെ കണ്ടപ്പോൾ സുസ്മിതയൊന്ന് ഞെട്ടി. എന്താ സുസ്മിതയെ കേൾക്കുന്നതൊക്കെ? എന്താ മേഡം മനസ്സിലായില്ല? വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചവർ പറയുന്നു അത് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തത് സുസ്മിതയാണെന്ന്. അതുകൊണ്ടേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. സുസ്മിത അങ്ങോട്ട് വാചകം അടിക്കാൻ തുടങ്ങുവാണ്. ഏതോ നക്കാപ്പിച്ചയ്ക്ക് ഗുണ്ടാപ്പണിക്ക് പോകുന്നവൻ പറയുന്നത് കേട്ട് വന്ന നിയമം നടപ്പിലാക്കാൻ വന്ന IPS ഓഫീസറോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷേങ്കിലേ എനിക്ക് ആ സഹതാപമില്ല. ടേക്ക് ഹർ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള പോലീസുകാർ അവളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. ഉടനെ സുസ്മിത ഏയ് തൊട്ടു പോകരുത് എന്നും പറഞ്ഞ് ഫോൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കമ്മീഷൻ ഓഫീസർ ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, നീ ഇപ്പം വിളിക്കാൻ പോകുന്നതേ നിന്റെ ചിറ്റപ്പനെയല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനെ ഒരു ചെറിയ പണിയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ ഓഫീസിൽ ഇരുത്തിയിരിക്കുക. നീ ഇനി അലറി വിളിച്ചാൽ പോലും കേൾക്കാൻ പോകുന്നില്ല. ആ രീതിയിലാണ് ഇരിപ്പ്. പുള്ളിക്കുറവൻ കൂവിയാൽ മരണം നടക്കുമെന്നാ പഴമക്കാർ പറയാറുള്ളത്. പക്ഷേ കഷ്ടകാലം വരുമ്പോൾ ആരാ കൂവുന്നെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏതായാലും സുസ്മിതയെ അതൊന്ന് തിരക്കി വെച്ചേക്കുന്നത് നല്ലതാ. ഇനി അങ്ങോട്ടേക്കേ കഷ്ടകാലമാണെന്നാ തോന്നുന്നത്. എന്നാൽ പിന്നെ പോയാലോ? അത് കേട്ടിട്ട് വിഷ്ണു, എടി ഇത് വെറും ഒരു സാമ്പിളാടി, നിനക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, പുറകെ ഉണ്ടാകുമടി ഞാൻ, നിന്റെ നിഴല് പോലെ. ആ മതി നടക്ക്, ഇവിടെ കൊണ്ടുപോ. അപ്പോൾ വന്ന പോലീസുകാരെല്ലാം സുസ്മിതയും കൊണ്ട് പോവുകയാണ്. അതൊക്കെ കണ്ട് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ രോഹിത്ത് അങ്ങനെ നിൽക്കുവാണ്. വിഷ്ണു അവൻ്റെ നേരെ കൈ ചൂണ്ടിയിട്ട് പറയുന്നു, അടുത്തൂടെ നിനക്കാണ്, നീ കരുതിയിരുന്നോടാ. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് ബുദ്ധിമുട്ടിയാലും സത്യം വിജയിക്കും. അതിൻ്റെ തെളിവാണല്ലോ വിഷ്ണു നിരപരാധിയായതും ചന്ദ്രബോസും സുസ്മിതയും അറസ്റ്റിലായതും. ഇതിൻ്റെ ബാക്കി റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.